അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഒരിക്കലും അദ്ദേഹം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലായിരുന്നു. അത് അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഉറച്ച നിലപാടെടുത്ത ഒരു നേതാവുമായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും അത്തരം കാര്യങ്ങളിലും അദ്ദേഹം അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ജനങ്ങളോടൊപ്പം നിന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടുകയും അതിലൂടെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുള്ളൊരു നേതാവാണ്. ഒരുപക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലൊരിക്കലും നേതൃത്വമെടുത്ത തീരുമാനം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ ഫലമായിട്ട് തിരുത്തേണ്ടി വന്ന സാഹചര്യം മറ്റൊരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. പി എസിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെ ഉണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം നമ്മൾ ഇന്ന് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. അങ്ങനെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും വി എസിനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ വിടവാങ്ങൽ അത് കേരളീയ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് വളരെ വലിയ ഒരു ശൂന്യതയാണ്.